അതിദരിദ്രർക്ക് വിവിധ സേവനങ്ങൾ ലക്ഷ്യമാക്കി ദാരിദ്ര്യമുക്തമാക്കും നഗരപരിധിയിലെ പാവപ്പെട്ടവർ താമസിക്കുന്ന നഗരങ്ങളിലെ കുട്ടികളുടെ കല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇൻഫർമേഷൻ സെന്റർ, തീർത്ഥാടകർക്ക് ഫെസിലിറ്റേഷൻ. നഗരസഭാ പരിധിയിലെ തെരുവുകൾ, വീഥികൾ, പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, വെട്ടുകാട്, ഭീമാപ്പള്ളി എന്നിവ സ്പിരിച്വൽ ടൂറിസം. അതിദരിദ്രർക്ക് വിവിധ സേവനങ്ങൾ ലക്ഷ്യമാക്കി ദാരിദ്ര്യമുക്തമാക്കുന്ന പദ്ധതി. വീടുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും 15 ലക്ഷം. ജൈവമാലിന്യത്തിന്റെ നിർമ്മാർജ്ജനമാണ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്ന പദ്ധതി. സ്ഥാപിച്ചതിനു ശേഷം പ്ലാന്റിന്റെ കാര്യക്ഷമത പ്രവർത്തനവും പരിപാലനവും ഉറപ്പാക്കുകയും ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി ബയോഗ്യാസ് ഉൽപാദനം തുടരുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളുകളിൽ മെൻസ്ട്രൽ കപ്പ് വെൻഡിംഗ് മെഷീൻ 10 ലക്ഷം. വിദ്യാർത്ഥിനികളിൽ ശുചിത്വ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ മെൻസ്ട്രൽ കപ്പ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കും. ശാക്തിക കേന്ദ്രം 5 കോടി. നഗരപരിധിയിലെ പാവപ്പെട്ടവർ താമസിക്കുന്ന നഗരങ്ങളിലെ കുട്ടികളുടെ കല, കായിക വികസനം, വിദ്യാഭ്യാസം എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് ശാക്തിക കേന്ദ്രങ്ങൾ തുടങ്ങും. ഓരോ പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ലഭ്യമാകും. സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം. വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നഗരത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം നൽകുന്ന സാമ്പത്തിക സഹായത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദവും സുരക്ഷിതവുമായ പഠന അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. 25 ലക്ഷം. സ്കൂൾ ലാബ് നവീകരണം 10 ലക്ഷം. നഗരത്തിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠനത്തിനും പ്രായോഗിക പരിശീലനത്തിനും അനുയോജ്യമായ ലാബ് സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി ലാബുകൾ നവീകരിക്കുന്നതിനാണ് പദ്ധതി. പഴകിയ ഉപകരണങ്ങൾ പുതുക്കി ആധുനിക പരീക്ഷണ ഉപകരണങ്ങൾ, സാങ്കേതിക സഹായ സാമഗ്രികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഒരുക്കും. സിംഗിൾ പാരന്റ് കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി വിദ്യാഭ്യാസം 10 ലക്ഷം. സാമ്പത്തികമായി പിന്നോക്കവും സാമൂഹികമായി വെല്ലുവിളികളുമുള്ള കുടുംബങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾക്ക് പഠനത്തിൽ തുടർച്ചയും അവസര സമത്വവും ഉറപ്പാക്കാൻ സ്കോളർഷിപ്പ് സഹിതം വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി. നഴ്സറി സ്കൂളുകളിൽ കളിപ്പാട്ട വിതരണം 10 ലക്ഷം. നഗരത്തിലെ നഴ്സറി സ്കൂളുകളിൽ കുട്ടികളുടെ ശരീര പരിശീലനവും മാനസിക വളർച്ചയും പ്രോത്സാഹിപ്പിക്കാൻ മികച്ച ഗുണമേന്മയുള്ള കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണിത്. സുരക്ഷിതവും വിദ്യാഭ്യാസ പ്രാധാന്യമുള്ളതുമായ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ സൃഷ്ടിപരവും സാമൂഹിക കഴിവുകളും വർദ്ധിപ്പിക്കും. സ്കൂളുകളിൽ ബയോഗ്യാസ് പ്ലാന്റ് 15 ലക്ഷം. വിദ്യാർത്ഥികളുടെ പരിസ്ഥിതി ബോധവും ശുചിത്വ ശീലങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത്. ഭക്ഷ്യ മാലിന്യങ്ങൾ, കിച്ചൺ സ്നാക്കുകൾ, ഓർഗാനിക് വേസ്റ്റ് മുതലായവ ഉപയോഗിച്ച് ബയോഗ്യാസ് ഉൽപാദനം നടത്തുകയും പാചകവാതകവും മറ്റ് സ്കൂൾ ആവശ്യങ്ങളായോ ഉപയോഗിക്കുന്നതിനായി പദ്ധതി സജ്ജമാക്കുന്നു. സ്കൂളുകളിൽ ക്യാമറ 10 ലക്ഷം. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും പഠന സാഹചര്യങ്ങൾ നിയന്ത്രിതവും സുരക്ഷിതവുമാക്കുകയും ചെയ്യുന്നതിനായി സ്കൂളുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണിത്. ക്ലാസ് മുറികൾ, പ്രവേശന ഭാഗങ്ങൾ, കോർട്ടുകൾ, ഭക്ഷണ മുറികൾ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്താൻ ക്യാമറകൾ ഉപയോഗിക്കും. സ്കൂളുകളിൽ മൈക്ക് സെറ്റ്, അനൗൺസ്മെന്റ് സിസ്റ്റം, റെഫ്രിജറേറ്റഡ് TV 50 ലക്ഷം. ഭിന്നശേഷി സൗഹൃദത്തിനായി എല്ലാ സ്കൂളുകളിലും റാമ്പ് 10 ലക്ഷം. സ്കൂളുകളിലെ അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം 20 ലക്ഷം. അനന്തപുരി തൊഴിൽ കേന്ദ്രം 5 കോടി. നഗരസഭാ പ്രദേശത്ത് 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും തൊഴിൽ ഉറപ്പാക്കാൻ പ്രത്യേക പരിപാടി കോർപ്പറേഷൻ പരിധിയിൽ മുഴുവൻ തൊഴിലിടങ്ങളും കണ്ടെത്തി തൊഴിൽ അന്വേഷകരെ ബന്ധപ്പെടുത്തി തൊഴിൽ നേടാൻ സഹായിക്കുക. ഒപ്പം തൊഴിൽ നൈപുണ്യം നൽകുക. കേന്ദ്ര സർക്കാരിന്റെ നഗര ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, സംസ്ഥാന തൊഴിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തൊഴിൽ നൈപുണ്യ വികസന പരിപാടി എന്നിവ ഇതുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കും. ഇതിനായി നഗരത്തിൽ അനന്തപുരി തൊഴിൽ കേന്ദ്രം തുടങ്ങും. വിഴിഞ്ഞം, കഴക്കൂട്ടം ഭാഗത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 5 കോടി. വിഴിഞ്ഞം, കഴക്കൂട്ടം എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതി. പ്രദേശങ്ങളിൽ പുതിയ പമ്പിംഗ് സ്റ്റേഷൻ, ടാങ്കുകൾ, പൈപ്പ് ലൈനുകൾ എന്നിവ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം സുഗമവും സുസ്ഥിരവുമായി നടപ്പിലാക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇൻഫർമേഷൻ സെന്റർ, തീർത്ഥാടകർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ 2 കോടി. ഇൻഫർമേഷൻ സെന്റർ ക്ഷേത്ര ചരിത്രം, ചടങ്ങുകൾ, സന്ദർശന മാർഗം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ സന്ദർശകർക്കായി നൽകും.
ഫെസിലിറ്റേഷൻ സെന്റർ, തീർത്ഥാടകർക്ക് സഹായം, ടിക്കറ്റ് ഗൈഡൻസ്, വിശ്രമ കേന്ദ്രങ്ങൾ, അടിയന്തര ഫസ്റ്റ് എയ്ഡ് എന്നിവ ലഭ്യമാക്കും. വെള്ളക്കെട്ട് നിവാരണം 5 കോടി. നഗരസഭാ പരിധിയിലെ തെരുവുകൾ, വീഥികൾ, പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതി ഡ്രെയിനേജ് സിസ്റ്റം, പമ്പിംഗ് സംവിധാനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന നഗര വികസന പദ്ധതി. നഗരസഭയ്ക്ക് പുതിയ കെട്ടിടം 15 കോടി. നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ആധുനികവുമായ രീതിയിൽ നടത്തുന്നതിനായി മെയിൻ ഓഫീസ് പുതിയ കെട്ടിടം, ആധുനിക ഓഫീസ് കെട്ടിടം, സ്റ്റാഫ് ഓഫീസ്, മീറ്റിംഗ് ഹാൾ, പൊതുജന ഹാൾ തുടങ്ങിയ സൗകര്യങ്ങൾ, വെളിച്ചം, വായു സഞ്ചാരം, സുരക്ഷാ സംവിധാനങ്ങൾ, ഫയർ ആൻഡ് സേഫ്റ്റി, ഡിജിറ്റൽ സംവിധാനങ്ങൾ. വെൻഡിംഗ് സോൺ 5 ലക്ഷം. നഗരത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങൾ കച്ചവട സോണുകളായി മാറ്റുന്ന പദ്ധതി. സോണൽ ഓഫീസ് കെട്ടിടങ്ങളുടെ നവീകരണം 3 കോടി. നഗരസഭയുടെ പ്രവർത്തനക്ഷമതയും ജനസേവന നിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി സോണൽ ഓഫീസ് കെട്ടിടങ്ങൾ നവീകരിക്കുന്ന പദ്ധതി. പുതുക്കിയ ഓഫീസ് സൗകര്യങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഫർണിച്ചർ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പ്രവർത്തനം കാര്യക്ഷമമാക്കും. വിവിധ പാർക്കുകളുടെയും ചിൽഡ്രൻസ് പാർക്കുകളുടെയും നവീകരണം 50 ലക്ഷം. നഗരത്തിലെ വിവിധ പാർക്കുകളും ചിൽഡ്രൻസ് പാർക്കുകളും നവീകരിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സുരക്ഷിതവും ആകർഷകവുമായ വിനോദ സഞ്ചാര സ്ഥലങ്ങളാക്കുന്നതിനുള്ള നവീകരിക്കുന്ന പദ്ധതി. പുത്തംപാലം ടൗൺഷിപ്പ് 5 കോടി. കണ്ണമൂല വാർഡിൽ പുത്തംപാലം കേന്ദ്രീകരിച്ച് ടൗൺഷിപ്പ് വികസിപ്പിക്കുന്ന പദ്ധതി ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ആധുനികവും സൗകര്യപ്രദവുമായ നഗര സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് ലക്ഷ്യം. ടൗൺഷിപ്പിൽ കുടിവെള്ളം, വൈദ്യുതി, റോഡ്, മാലിന്യ നിയന്ത്രണം, പ്രദേശങ്ങൾ, ഗ്രീൻ സോൺ, കുടുംബങ്ങൾക്കും കുട്ടികൾക്കും സൗകര്യപ്രദമായ പാർക്കുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. മാതൃകാ റോഡ് 10 കോടി. നഗരസഭാ പരിധിയിലെ വിവിധ വാർഡുകൾ പരസ്പരം ബന്ധിക്കുന്ന BC നിലവാരത്തിലുള്ള മാതൃകാ റോഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും പ്രധാന റോഡുകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കവടിയാർ വിവേകാനന്ദ പാർക്ക് നവീകരണം 10 ലക്ഷം. ഫുഡ് സ്ട്രീറ്റ് 1 കോടി. നഗരസഭാ പരിധിയിലെ വിവിധ റോഡുകൾ നവീകരിച്ച് ആധുനിക ഫുഡ് സ്ട്രീറ്റ് ആക്കുന്നതിനുള്ള പദ്ധതിയാണിത്. റോഡ് പരിപാലനവും സാങ്കേതിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നഗരത്തിലെ ഭക്ഷണ വ്യാപാര മേഖലയിലെ ആകർഷകവും സുരക്ഷിതവുമായ സ്ഥലമാക്കുന്നതാണ് ലക്ഷ്യം. അംഗൻവാടികൾക്ക് സ്ഥലം വാങ്ങൽ 15 കോടി. നഗരസഭാ പരിധിയിലെ വാടക അംഗൻവാടികൾക്ക് സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കാൻ സ്ഥലം സ്വന്തമാക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. വാടക തുടരുന്ന പ്രദേശങ്ങളിൽ അംഗൻവാടി പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുവാനും കുട്ടികൾക്ക് മികച്ച പഠന പരിപാലന സാഹചര്യം ഉറപ്പാക്കാനും പദ്ധതി സഹായമാണ്. സ്കൂളുകളിൽ മിനി മാസ് ലൈറ്റ് 10 ലക്ഷം. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ സുരക്ഷിതമായി കളിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതിനാണ് മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി. ഇത് കളിസ്ഥലങ്ങൾ, ആഘോഷം, വിവിധ പരിപാടികൾ നടത്തുന്ന സ്ഥലങ്ങൾ എന്നിവയിൽ സ്ഥാപിച്ച് രാത്രി സമയത്തെ ദൃശ്യമാന്യത വർദ്ധിപ്പിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. സ്കൂളുകളിൽ ഉപയോഗശൂന്യമായ ഫർണിച്ചർ നവീകരണം 40 ലക്ഷം. സ്കൂൾ ക്ലാസ് റൂമുകൾ, ലൈബ്രറികൾ എന്നിവയിൽ പഴകിയ ഉപയോഗശൂന്യമായ ഫർണിച്ചർ പുതുക്കി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സുഗമമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കുന്നു. ശാന്തി കവാടം, ശാന്തി തീരം എന്നിവിടങ്ങളിൽ അറ്റകുറ്റ പണികൾ നടത്തുന്നതിനും പരിപാലനത്തിനും 2 കോടി 50 ലക്ഷം. നഗര സൗന്ദര്യവൽക്കരണം, ദിശാ ബോർഡുകൾ സ്ഥാപിക്കൽ 20 ലക്ഷം. നഗരസഭാ പരിധിയിലെ നഗര വാണിജ്യ പൊതുസ്ഥലങ്ങളിലെ ചുമരുകൾ ഏകസാരമായ ആകർഷക നിറത്തിൽ പെയിന്റ് ചെയ്ത് നഗര ദൃശ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. നഗരത്തിൽ വരുന്ന പൊതുജനങ്ങൾക്ക് സഹായകരമായ ദിശാ ബോർഡുകൾ സ്ഥാപിക്കും. പ്ലാന്റേഷൻ, ഫ്ലവർ ബെഡ്സ്, അലങ്കാര സജ്ജീകരണങ്ങൾ, ലൈറ്റിംഗ് പാതകൾ, ഇരിപ്പിടങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ്. ഇതിലൂടെ നഗരത്തിന്റെ ദൃശ്യ ആകർഷണം വർദ്ധിപ്പിക്കുകയും പൊതു പരിസരങ്ങളുടെ ഉപയോഗ സൗകര്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. നൈറ്റ് ഷോപ്പിംഗ് 5 ലക്ഷം.
നഗരസഭാ പരിധിയിൽ രാത്രി വ്യാപാര പ്രവർത്തനങ്ങൾക്കും വിനോദ സൗകര്യങ്ങൾക്കും സഹായകരമായ നൈറ്റ് ഷോപ്പിംഗ് ഏരിയകൾ സജ്ജമാക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും സുരക്ഷിതവും സുസജ്ജമായ പരിസരം ഒരുക്കുന്നതിനുമായി ലൈറ്റിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ, പാതകൾ എന്നിവ പരിഷ്കരിക്കും. നഗര ജംഗ്ഷനുകൾ ട്രാഫിക് സിഗ്നൽ 10 ലക്ഷം. നഗരസഭാ പരിധിയിലെ പ്രധാന ജംഗ്ഷനുകൾ വാഹനങ്ങളും കാൽനട യാത്രക്കാർക്കും സുരക്ഷിതമായി പോകാൻ ആധുനിക ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. സ്മാർട്ട് സിഗ്നലുകൾ, സെൻസറുകൾ, ലൈറ്റ് ഇൻസ്റ്റലേഷൻ, വൈദ്യുതി കണക്ഷൻ, പരിപാലനം എന്നിവ ഉൾപ്പെടുത്തി ഗതാഗത നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമവും സുസജ്ജവുമായ രീതിയിൽ നടപ്പിലാക്കും. പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, വെട്ടുകാട്, ഭീമാപ്പള്ളി എന്നിവ സ്പിരിച്വൽ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റും. നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ വിശിഷ്ട ഇടങ്ങളിൽ ആധുനിക സ്പിരിച്വൽ ടൂറിസം വികസന പദ്ധതി നടപ്പിലാക്കുന്നു. പരിസരങ്ങൾ, ശുചിത്വ പരിപാലനം, പ്രവേശന സൗകര്യങ്ങൾ, ലൈറ്റനിങ്, പാതകൾ എന്നിവ ഉൾപ്പെടുത്തി വിശുദ്ധ സഞ്ചാരത്തിനും വിനോദ സഞ്ചാരത്തിനും അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഭക്തരും സഞ്ചാരികളും സന്ദർശിക്കാൻ ആകർഷകമായ അന്തരീക്ഷം ഒരുക്കുകയും പരിസരത്തെ സാമ്പത്തികവും സാംസ്കാരികവുമായ പ്രോത്സാഹനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. SMB സ്കൂൾ, മോഡൽ സ്കൂൾ നവീകരണം 2 കോടി. ക്ലാസിക്കൽ കലകൾക്കായ ഒരു തിയേറ്റർ 1 കോടി. സൗജന്യ കലാ പരിശീലന കേന്ദ്രങ്ങൾ 50 ലക്ഷം. തീരദേശ മേഖലകൾക്ക് കോൾഡ് സ്റ്റോറേജ്, പ്രോസസിംഗ് സെന്റർ, ഐസ് ബോക്സ്, മഴക്കോട്ട്, കുട നൽകുന്ന പദ്ധതി 50 ലക്ഷം. മത്സ്യകൃഷി പ്രോത്സാഹനം 1 കോടി. നഗരസഭാ പരിധിയിലെ കുളങ്ങൾ, ജലാശയങ്ങൾ, വീട്ടുതല മത്സ്യകൃഷി യൂണിറ്റുകൾ എന്നിവ വികസിപ്പിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ലക്ഷ്യം പ്രാദേശിക ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുകയും സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിച്ച് വരുമാനം കൂട്ടുകയും ചെയ്യുന്നതാണ്. മത്സ്യകൃഷിക്ക് കുളം നവീകരണം 2 കോടി. യോഗ പരിശീലന കേന്ദ്രം, ഫെസിലിറ്റേഷൻ സെന്റർ 1 കോടി. നഗരസഭാ പരിധിയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി യോഗ പരിശീലന കേന്ദ്രം, ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കും.